ഈ മെയ് 4-ാം തീയതി കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് കരിയാത്തൻകാവ് GHSS സ്കൂളിൽ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിട്ട് എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. ഞാനത് സ്കൂൾ പ്രിൻസിപ്പൽക്കും അതുപോലെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നതാണ്. കോടതി മുഖേന തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, NTA മുഖേന. അപ്പോൾ ആദ്യം 15 മിനിറ്റ് താമസിച്ച് ചോദ്യപേപ്പർ കൊടുത്തു. ആ ചോദ്യപേപ്പർ താമസിച്ച് കൊടുത്ത 15 മിനിറ്റ് കുട്ടികൾക്ക് ആ 15 ക്വസ്റ്റ്യൻ ആൻസർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തില്ല. ഇതായിരുന്നു പരാതി. തുടക്കത്തിൽ തന്നെ 11 മണിക്ക് കയറ്റേണ്ടുന്ന കുട്ടികളെ 11 മണിക്ക് കയറ്റാതെ നിങ്ങൾ 1 മണിക്ക് വരാൻ പറഞ്ഞു. 1 മണിക്ക് വലിയ രൂപത്തിൽ ഒരു ക്രൗഡ് സൃഷ്ടിച്ച് യാതൊരു വിധത്തിലുള്ള ചെക്കിങ്ങും ഇല്ലാതെ കുട്ടികളെ അകത്ത് കയറ്റണം എന്നത് ആ പ്രിൻസിപ്പളിന് എന്തോ തീരുമാനമുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. പരാതി കൊടുത്തു. ഇന്നലെ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരുടെ ഒരു സ്കൂൾ അധികൃതരുടെ ഒരു പരാതി എന്നെ അവർ കാണിച്ചത്. റോഷിനി എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു പേര്. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഉണ്ടായിരുന്നത് 5-ാം നമ്പർ റൂമിൽ കരിയാത്തൻകാവ് GHSSലെ 5-ാം നമ്പർ റൂമിലാണ് എൻ്റെ മകൾ പരീക്ഷ എഴുതാൻ ഇരുന്നത്. അപ്പോൾ അവിടെയാണ് 2 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ഇൻവിജിലേറ്റേഴ്സ് ആണ് 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് കൊടുത്തത്. അവർക്ക് സീല് പൊട്ടിക്കാൻ പോലും അറിയില്ലായിരുന്നു. അവർ ട്രെയിനീസ് ആയിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് യാതൊന്നും അറിയാതെ നീറ്റ് പരീക്ഷയുടെ ഒരു ഇമ്പോർട്ടൻസും അറിയാത്ത ആളായിരുന്നു അവർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത്. എനിക്കെതിരെ ഒരു കൗണ്ടർ പെറ്റീഷൻ സ്കൂളിലെ പ്രിൻസിപ്പളും വേറെ ഒരു മിസ്സും കൂടി ചേർന്ന് കൊടുത്തിരിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന പരാതി വിവരാവകാശ നിയമപ്രകാരം 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് ഞാനൊരു അപേക്ഷ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങി. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വന്നു എന്നാണ്. ഏകദേശം ഒരു 20-25ഓളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോലീസ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഓഫീസിൽ കയറുമ്പോൾ പാലിക്കേണ്ടുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയിട്ടുള്ളത്. അവിടെ ക്യാമറയുണ്ട്. അപ്പൊ ഇതോടുകൂടി പ്രശ്നം കൂടുതൽ രൂക്ഷമായി. കാരണം എന്നെ കുറിച്ചിട്ട് ഇല്ലാത്ത അപരാധങ്ങളാണ് ഒരു പ്രിൻസിപ്പൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഭാവി ജീവിതം തകർത്തു. ആ 5-ാം നമ്പർ റൂമിൽ ഉണ്ടായിരുന്ന 20-25 കുട്ടികളുടെയും ഭാവി ജീവിതം തകർത്ത ഒരു പ്രിൻസിപ്പൾ, അതുപോലെ 2 ഇൻവിജിലേറ്റേഴ്സ്, ഇവർക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഞാൻ ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. കോടതി വരെ പോകാനായിരുന്നാലും ശരി, ഞാൻ തയ്യാറാണ്. ഇതേ ആരോപണം തന്നെ ഞാൻ ഉന്നയിക്കുന്നു. കാരണം പ്രിൻസിപ്പൽ ചില്ലറക്കാരിയല്ല. ഞാനത് ഇന്നലെ കൊണ്ട് തന്നെ മനസ്സിലാക്കി. അങ്ങനെ അവരെനിക്കെതിരെ കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്, 1, പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് അനധികൃതമായി കയറി. ഞാൻ കയറുന്നത് 5:25 അവിടെ ക്യാമറയുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ പോകുമ്പോൾ തന്നെ വാതിലിന്റെ നേരെ ഒരു ഡെസ്കിൽ ഒരു 4 അധ്യാപകർ ഇരിപ്പുണ്ട്. ഒരു അധ്യാപികയും 3 അധ്യാപകന്മാരും, അങ്ങനെ 4 പേര്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മിസ്സേ എനിക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. 5-ാം നമ്പർ പരീക്ഷാ റൂമിനെ കുറിച്ചിട്ട് എനിക്കൊരു പരാതി. ഞാൻ പുറത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്രിൻസിപ്പൾ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടി. അപ്പോൾ ഞാൻ അവിടെ അകത്ത് കയറി. ഏകദേശം ഒരു 35 മുതൽ 50 വരെ ആളുകൾ ആ റൂമിനകത്തുണ്ട്. അതായത് ഇൻവിജിലേറ്റേഴ്സ് ആണ് പരീക്ഷാ പേപ്പർ കറക്റ്റ് ചെയ്ത് പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട്, മിസ്സേ എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ഈ പ്രിൻസിപ്പൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 5-ാം നമ്പർ റൂമിൽ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വൈകിയാണ് കൊടുത്തത്. അതുപോലെ ആ 15 മിനിറ്റ് എക്സ്റ്റൻഷൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുമില്ല. ആരാണ് ഇൻവിജിലേറ്റേഴ്സ്? അപ്പോൾ അവരവിടെ നിന്ന് പ്രിൻസിപ്പൾ കസേര ഇരുന്നിട്ട് ആരാ ഇൻവിജിലേറ്റേഴ്സ് എന്ന് ചോദിച്ചു. അപ്പം 2 മിസ്സുമാര്. അപ്പം അതിൽ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, അത് സ്റ്റെപ്പ് ഇറങ്ങി അവിടെ വരെ വരാൻ താമസിച്ചു, ഞങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ താമസിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയ്യോ, അത് റീസൺ അല്ലല്ലോ. ഈ പ്രിൻസിപ്പൾ പറയാണ് കേട്ടോ, എല്ലാത്തിൻ്റെയും വിഷ്വൽ എൻ്റെ കയ്യിലുണ്ട്, ഞാനിത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. അതല്ല, ഇവർ നിഷേധിക്കുവാണെങ്കിൽ ഞാനത് കോടതിയിൽ കൊണ്ടുപോയി നൈസായിട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പൊ പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, അതെന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? അത് തെറ്റാണല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു, പിന്നെ അത് സീല് പൊട്ടിക്കാൻ സമയം താമസിച്ചു. അപ്പൊ പിന്നെ 5 മിനിറ്റ്, ആ 15 മിനിറ്റ് നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടതല്ലേ കുട്ടിക്ക്? അത് കുട്ടിയുടെ അവകാശമല്ലേ? ഈ പ്രിൻസിപ്പൾ പറയാണ് കേട്ടോ, അത് കുട്ടിക്ക് കിട്ടേണ്ടുന്ന അവകാശമല്ലേ? ഒക്കെ എൻ്റെ കയ്യിലുണ്ടേ. അവർ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ടുന്ന അവകാശമല്ല. അപ്പൊ ഈ മിസ് വല്ലാതെ വിയർക്കുന്നു. അപ്പോൾ ഒരു മിസ് തലചുറ്റി താഴെ വീണു. ആ ഇൻവിജിലേറ്റർമാരിൽ ഒരാളാണ് തലചുറ്റി താഴെ വീണത്. അപ്പോൾ ഇവര് താങ്ങിയെടുത്ത് ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഫാബ്രിക്കേഷൻസ് ആണ്. അപ്പോൾ അവരെ അവിടെ ഇരുത്തിയിട്ട് വന്നു. കുറച്ച് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ പ്രിൻസിപ്പൾ ഇവരോട് പറയുകയാണ്, നിങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ്. അപ്പോഴും ഈ പ്രിൻസിപ്പൾ ഒരു വർഷം തകർന്നു നിൽക്കുന്ന ഈ കുട്ടിയോട് ഒരു വാക്ക് മിണ്ടുകയോ
നമ്മൾ വല്ലാതെ എല്ലാ പ്രതീക്ഷകളും അറ്റു നിൽക്കുന്ന പേരൻസ് എന്ന രൂപത്തിൽ നമ്മളോടൊന്ന് സംസാരിക്കാനോ പോലും ഈ ധാർഷ്ട്യക്കാരിയായിട്ടുള്ള ഈ പ്രിൻസിപ്പൾ തയ്യാറായിട്ടില്ല. കാരണം അവരാ അധികാര കസേരയിൽ എത്തിയത് മത്സര പരീക്ഷകൾ താണ്ടി വന്നിട്ടല്ല. അതൊരു മാനേജ്മെന്റ് എയ്ഡഡ് സ്ഥാപനമാണ്. അപ്പനപ്പൂപ്പന്മാര് പണം ഉണ്ടാക്കിയിട്ടാല് ഒരിക്കലും ഈ അധ്വാനത്തിന്റെ മഹത്വം, അതിന്റെ വേദന എന്താണ് എന്ന് അവരറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പണക്കൊഴുപ്പല്ലേ. മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളിൽ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് കയറിയാൽ മതിയല്ലോ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് വരെ എത്താം. അല്ലാതെ മത്സര പരീക്ഷ കഴിഞ്ഞു വന്നതിന്റെ ഒരു പെയിനും അവരെ കണ്ടില്ല. തന്നെയുമല്ല, ഒരു കുട്ടി ആകെ തകർന്നു നിൽക്കുന്നു, 15 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ല. ആ കുട്ടിയോട് ഒരു വാക്ക് ചോദിക്കുകയോ, പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പൊ എൻ്റെ മോന്റെ സ്കൂളുണ്ട്, അമൃത വിദ്യാലയം. അവിടുത്തെ പ്രിൻസിപ്പള്, ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലുണ്ടായിരുന്ന ഒരു മുത്തുലക്ഷ്മി ടീച്ചർ, കുര്യാത്തി ഗവൺമെന്റ് LPS അവരൊക്കെ മുന്നിൽ കാണുന്ന കുട്ടികൾ, അവരുടെ സ്കൂളിലുള്ള കുട്ടികള് മക്കളെ പോലെയാണ് കാണുന്നത്. ഈ ധാർഷ്ട്യക്കാരിക്ക് മക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവര് ആ കുട്ടിയെ ഒന്ന് നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇവരെന്തോ ഈ രാജ്യം മുഴുവനും ഇവരുടെ തലയിൽ കറങ്ങുന്നത് പോലെ ഒരു ധിക്കാരമായിരുന്നു. ഇവരുടെ പക്ഷത്ത് തെറ്റുണ്ടായി, ഇവരുടെ ഇൻവിജിലേറ്റേഴ്സ് തന്നെ ആ തെറ്റ് ഏറ്റു പറഞ്ഞു, ഇവരെ വഴക്കു പറഞ്ഞു. ഇതെല്ലാമായിട്ട് പോലും ഞങ്ങളോടൊന്ന് സംസാരിക്കാനോ ആ കുട്ടിയോടൊന്ന് സംസാരിക്കാനോ പോലും തയ്യാറാകാതെ വീണ്ടും ആ കുട്ടിയെ ഒരു ട്രോമയിലേക്ക് തള്ളിവിടാനാണ് ഈ പ്രിൻസിപ്പൾ ശ്രമിച്ചത്. ഇവരെ ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്തതിൽ ഞാൻ അതിക്രമിച്ച് കയറിയുന്ന, അപ്പോൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ വിളിച്ച് CI ചോദിച്ചു, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോ ആൻഡ് ഓർഡർ CI ഉണ്ടായിരുന്നു. അപ്പൊ CI ചോദിച്ചു, അങ്ങനെ ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ഒരു അതിക്രമിച്ച് കയറിയതിന്റെ ഒരു സ്വഭാവവും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പോലീസുകാരുണ്ട്, ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്, പുറത്തു നിന്നുള്ള ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ പോലീസുകാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ കയറിയത് എത്ര മണിക്കാ? ഓഫീസ് ടൈമിലാണോ? അല്ല, 5:20. ഒരു പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് കയറുന്നതിന് ഇനിയിപ്പോ എന്താ പ്രശ്നം? 5:20 ആയപ്പോഴല്ലേ നിങ്ങൾ കയറിയത്? നിങ്ങൾക്ക് കയറാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. നിങ്ങളുടെ കുട്ടി അവിടെ പരീക്ഷ എഴുതിയതല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കയറിയത്? അതെ. നിങ്ങൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുകയോ? പിന്നെ പോലീസുകാരുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. അവിടെ പോയിട്ട് പരീക്ഷ കഴിഞ്ഞു, ഇനി അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കുകയോ മറ്റോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ഞങ്ങൾ ആ സുഖമില്ലാതിരുന്ന ഈ തലചുറ്റി വീണ ടീച്ചറിന്റെ റൂമിലേക്ക് ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മിസ്സേ, 15 മിനിറ്റ് താമസിച്ചാണോ ക്വസ്റ്റ്യൻ കൊടുത്തത്? 2 മണിക്ക് കൊടുത്തു. അതിന് 1:50 കൊടുക്കേണ്ടുന്ന ക്വസ്റ്റ്യൻ അല്ലേ, അതെന്താ 2 മണിയായത്? അപ്പോൾ ആ ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാൾ റൂം കൊട്ടി അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഞാൻ നിൽക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഞാൻ ഈ മിസ്സിന്റെ ഹസ്ബൻഡാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ, അവൾക്ക് BP പ്രോബ്ലം ഉണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലല്ലോ, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കോടതി മുഖേന മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിയമപരമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന 1ാമത്തെ കൗണ്ടർ പെറ്റീഷൻ അതാണ്. എന്നിട്ട് തലചുറ്റി വീണു എന്നത് അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ ക്യാമറ ഉണ്ടല്ലോ. അപ്പൊ പോലീസുകാരൻ ഇന്നലെ CIയോട് പറഞ്ഞു, ശരിയാണ്, ഒരു മിസ് അവിടെ തലചുറ്റി വീണു, കുറെ ആളുകൾ താങ്ങിയെടുത്താണ് കൊണ്ടുപോയി ഇരുത്തിയത് എന്നത് സത്യമാണ്. അപ്പോൾ പ്രിൻസിപ്പളിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുണ്ട്. അപ്പൊ ഞാൻ 5ാം നമ്പർ റൂമിൽ നിന്ന് 2 ടീച്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് വിമർശനം ഉന്നയിച്ചപ്പോൾ ഇവര് 13ാം നമ്പർ റൂമിലെ ഒരു മുസ്ലിം ടീച്ചറിനെ കൊണ്ടുവന്ന് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആയിരുന്നില്ല 5ാം നമ്പർ റൂമിൽ, ഇവരെ കുറിച്ചിട്ടാണ് ഇവർ പരാതി ഉന്നയിച്ചത്. എന്നിട്ട് അവരുടെ സജന എന്നുള്ള പേര് ഈ പ്രിൻസിപ്പളിന്റെ പരാതിയിലുണ്ട്. ഞാൻ സജന എന്ന് പറഞ്ഞിട്ടേയില്ല. അപ്പോ അതായത് 15 മിനിറ്റ് ലേറ്റായി എക്സാം തുടങ്ങുകയും ഗേറ്റിലേക്ക് 11 മണിക്ക് കയറ്റിവിടേണ്ടുന്നവരെ 1 മണിക്ക് വരാൻ പറഞ്ഞിട്ടൊരു ക്രൗഡ് സൃഷ്ടിച്ച് ഒരു ചെക്കിങ്ങും ഇല്ലാതെ ഇവർക്ക് വേണ്ടപ്പെട്ട പല ആളുകളെയും അകത്ത് കയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകം കളിച്ചതിനെ കുറിച്ചും ഈ മിസ്സിന് യാതൊന്നും പറയാനില്ല. ഇന്നലെ ഞങ്ങൾ ആദ്യം വരുന്നു, 10 മണിക്ക് എത്താൻ പറഞ്ഞു, ഞങ്ങൾ 10 മണിക്ക് തന്നെ എത്തി. 11 മണിയായി, 12 മണിയായിട്ട് പോലും ഇവരവിടെ എത്തിയിട്ടില്ല. ഇവരവിടെ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമേ ഉള്ളൂ. എന്നിട്ടും അവരെത്തിയിട്ടില്ല. അപ്പോഴും പോലീസുകാരൻ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാൻ, നമുക്ക് വിളിക്കാനല്ലേ പറ്റുള്ളൂ, ശരി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കാണ് ഒരു മുസ്ലിം അധ്യാപികയെയും അവരുടെ ഹസ്ബൻഡിനെയും കൊണ്ടാണ് ഈ പ്രിൻസിപ്പൾ അവിടെ വരുന്നത്. എന്നിട്ട് പോലും ഇവർ എന്താണ് പ്രശ്നങ്ങൾ എന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാനല്ല ഇവർ ശ്രമിച്ചത്, പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ട് ഇവരുടെ പേഴ്സണൽ വിഷ്വൽസ് ഞാൻ എടുത്ത് പുറത്തു വിട്ടു എന്ന് പറഞ്ഞു. അത് ഞാൻ വിടാനിരിക്കുന്നല്ലേ ഉള്ളൂ മിസ്സേ, ഞാൻ ഇതുവരെ എടുത്തതൊന്നും വിട്ടിട്ടില്ലല്ലോ.
ഞാൻ നിങ്ങൾ പറഞ്ഞതും നിങ്ങളും നിങ്ങളുടെ ഇൻവിജിലേറ്ററും തമ്മിലുള്ള സംഭാഷണം അടക്കം എൻ്റെ കയ്യിൽ ഇരിക്കുന്നല്ലേ ഉള്ളൂ മിസ്സേ. ഞാനതിനൊരു മാധ്യമങ്ങൾക്കും അത് കൊടുത്തിട്ടില്ലല്ലോ. അത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ മിസ്സേ. നിങ്ങൾ തലചുറ്റി വീണു എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുന്ന മിസ്സിന്റെ വിഷ്വൽസ് അടക്കം എൻ്റെ കയ്യിലുണ്ടല്ലോ മിസ്സേ. സ്വകാര്യ വിഷ്വൽസ് ഞാൻ എടുത്തെന്ന് പറഞ്ഞല്ലോ, ഞാൻ എടുത്തതൊന്നും പുറത്തു വിട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അത് പുറത്തു വിട്ടെന്നും ഇവർക്ക് അപകീർത്തി ഉണ്ടായെന്നുമാണ് ഇവരെ പരാതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ ആ വിഷ്വൽസ് കണ്ടെന്നും ഇവരുടെ സ്കൂളിന് അപമാനം ഉണ്ടായെന്നും. സ്കൂളിന് അപമാനം ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ മിസ്സേ. നിങ്ങൾ അങ്ങനെ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടാണ് ഈ പണി ചെയ്തതെങ്കിൽ സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ശരി മിസ്സേ, നിങ്ങൾ വാങ്ങിയത് ഞാൻ ഛർദ്ദിച്ചു വെപ്പിച്ചിരിക്കും. നിങ്ങൾ ഇതുവരെ മുട്ടിയതുപോലെയല്ല ഈ മുട്ടല്. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഞാൻ പരാതികൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുക്കേണ്ടത് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഞാനൊരു റിട്ടേൺ ഫയൽ ചെയ്യും. ഇതാണ് എൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പൊ അത് ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യും. ഇവര് ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിട്ട് എന്നെ അങ്ങ് ഒതുക്കാം എന്നാണ് വിചാരിച്ചത്. എൻ്റെ കുട്ടിക്ക് കിട്ടാതെ പോയ റൈറ്റ്സിനു വേണ്ടി സമരത്തിനിറങ്ങിയ പേരൻസ് ആണ് ഞങ്ങൾ വേദനിക്കുന്നവരാ. ഞങ്ങളുടെ കുട്ടിയുടെ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്തിയവരാ. മറ്റ് 25 കുട്ടികളുണ്ടല്ലോ, അവരും രംഗത്ത് വരും മിസ്സേ. പലരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് മിസ്സേ. വിഷമിക്കണ്ട, നിങ്ങൾ സമാധാനമായി തന്നെ ഇരിക്കുക. എന്നിട്ട് ഈ 5-ാം നമ്പർ റൂമിൽ ഇരുന്ന 2 ഇൻവിജിലേറ്റർമാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിൻസിപ്പളും വേറെ ഒരു മുസ്ലിം മിസ്സിനെയും കൂടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. കാരണം ഈ വാർത്ത വന്നത് എൻ്റെ ചാനലില. എന്നിട്ട് ഞാൻ അവിടെ നിന്നൊരു 3.5 മിനിറ്റ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാളുടെയും മുഖം അതിനകത്ത് പതിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ലൈവും പൊക്കിപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ CI ചോദിച്ചു, അവര് നിങ്ങളുടെ ആരുടെയും മുഖം കാണിച്ചിട്ടില്ലല്ലോ, അവര് മാത്രമല്ലേ ലൈവ് ഇട്ട് സംസാരിക്കുന്നുള്ളൂ, അതവരുടെ റൈറ്റ്സ് അല്ലേ, ഇതും പൊക്കിപ്പിടിച്ച് നിങ്ങളുടെ പേഴ്സണൽ വിഷ്വൽ എന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ വരുന്നത്, നിങ്ങൾ എവിടെ ഇതിനകത്ത്, പ്രിൻസിപ്പൾ എവിടെയെന്ന് ചോദിച്ചു CI. നിങ്ങൾ ഇൻവിജിലേറ്റർ എന്ന് പറഞ്ഞല്ലോ, അവരുടെ 2 പേരുടെയും മുഖമുണ്ടോ ഇതിനകത്ത്? നിങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും അധ്യാപികമാരുടെ മുഖമുണ്ടോ ഇതിനകത്ത്? ഇല്ല. എന്റെ 3.5 മിനിറ്റുള്ള ലൈവ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് പുറകെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ നടക്കുകയും പോവുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാ. അപ്പോ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നും കാര്യമായ വീഴ്ചയുണ്ട് എന്ന് മാത്രമല്ല, അവര് ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരുപാട് കളവുകൾ ഇതിന്റെ പിന്നിൽ ഒളിയാനുണ്ട്, തെളിയാനുണ്ട്. അത് ഞാൻ തെളിയിച്ചിരിക്കും. 11 മണിക്ക് കയറ്റേണ്ടുന്ന കുട്ടികളെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ 1 മണിക്ക് വരാൻ പറഞ്ഞത്? ഈ 100 കണക്കിന് കുട്ടികളും പേരൻസും 1 മണിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്കിങ് നടത്താൻ പറ്റുന്നത്? 1:40 ആകുന്നതിന് മുമ്പ് തന്നെ അടയ്ക്കേണ്ടുന്ന ഗേറ്റ് 2 മണിയായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അടച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ ചെക്കിങ് ചെയ്യാതെ കുട്ടികളെ അകത്തേക്ക് കയറ്റി വിട്ടു? നിങ്ങൾ എന്ത് ഡിറ്റക്ടറാണ് ഉപയോഗിച്ചത്? എന്റെ മോളുടെ പല്ലിന്റെ കമ്പി പോലും ആ ഡിറ്റക്ടറിൽ വന്നിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ചെക്കിംഗ് ആണ് അവിടെ നടത്തിയത്? അവസാനം പ്രിൻസിപ്പൽ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആ ക്യാമറ എടുക്കണം, CCTV വിഷ്വൽ എടുക്കണം, ചെക്കിങ് ചെയ്തതൊക്കെ മതിയെന്ന്. അപ്പോൾ അവർക്ക് ആരെയൊക്കെയോ യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ അകത്തേക്ക് കയറ്റേണ്ടതുണ്ടായിരുന്നു. നീറ്റ് പരീക്ഷയുടെ യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെ പ്രിൻസിപ്പളും അതിനകത്തുള്ള കുറച്ച് ടീച്ചേഴ്സും കൂടി കാണിച്ചു കൂട്ടിയത് പണം വാങ്ങിയിട്ട് തന്നെയാണോ ഇത്തരം ഒരു തിരിമറിയും അട്ടിമറിയും നടത്തിയത് എന്ന് സ്വാഭാവികമായും ആസ് എ പാരന്റ് ഞാൻ സംശയിക്കുന്നു. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.